ഇന്ന് നമുക്കൊരു വെറൈറ്റി പുട്ട് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി ഞാൻ പുട്ടുപൊടിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്ന് നനച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഫോട്ടോയിൽ കണ്ട പോലെ അർജൻറ്റീനയുടെ കളറ് വരാനുള്ള സൂത്രം ഇതാണ് കേട്ടോ, ശംഖുപുഷ്പം. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് അതിൻ്റെ നീരാണ് ഇതിലേക്ക് എടുക്കുന്നത്. ഈ ശംഖുപുഷ്പം അതിൽ കിടക്കും തോറും നീല കളറ് കൂടിക്കൊണ്ടിരിക്കും. കണ്ടില്ലേ, ഇതേപോലെ നല്ല കളറ് വെള്ളം നമുക്ക് കിട്ടും. ഇനി ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് പുട്ട് നനച്ചെടുക്കാം. മൊത്തം പുട്ടിലോട്ടല്ല കേട്ടോ, ഓൾറെഡി നമ്മൾ കുറച്ച് വെള്ളം നിറത്തിലുള്ള പുട്ട് നനച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നീല കളറ് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പുട്ടിലോട്ടുള്ള തേങ്ങയും ചിരകി ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രിപ്പറേഷൻസ്. അപ്പോൾ പുട്ടുകുറ്റിയിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പൊടികൾ മാറി മാറി കളർ അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനിയൊരു 5 to 10 മിനിറ്റ്സ് നമുക്കിതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ അർജൻറ്റീന പുട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇന്നത്തെ എൻ്റെ പുട്ടിനുള്ള കോംബോ ബീഫ് കറിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ.